പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർക്കാരിനെതിരെ പ്രതികരിക്കാതെ വാ മൂടിയിരിക്കുന്ന കേരളത്തിലെ സാംസ്കാരിക നേതാക്കൾ. അവരെ കളിയാക്കി കവി റഫീഖ് അഹമ്മദ് രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ തന്നെ വരച്ച ഒരു കാർട്ടൂൺ FBയിൽ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രൂക്ഷ വിമർശനം. സാംസ്കാരിക കേരളത്തെ വരിയുടയ്ക്കാൻ കൊണ്ടുപോകുന്ന ഒരു കാളയോട് ഉപമിച്ചിരിക്കുകയാണ് റഫീഖ് അഹമ്മദ്. കാളയെ വരിയുടയ്ക്കുവാൻ വന്ന വെറ്റിനറി ഡോക്ടറോട് അടുത്തു നിൽക്കുന്ന ഒരാൾ പറയുന്ന ഡയലോഗാണ് ഇതിലെ രൂക്ഷ വിമർശനം. അതിങ്ങനെയാണ്: ആവശ്യമില്ല ഡോക്ടറെ, അതിൻ്റെ പ്രതികരണ ശേഷി പണ്ടേ നഷ്ടപ്പെട്ടതാണ്. ഇതിലും രൂക്ഷമായി SFIയെയോ ഇടവ് സർക്കാരിനെയോ അവരെപ്പറ്റി ഒരക്ഷരം മിണ്ടാത്ത സാംസ്കാരിക നേതാക്കളെയോ വിമർശിക്കുവാനാവില്ലെന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയയിലെ ഭൂരിഭാഗം കമന്റുകളും. അതെ, പൊതുവികാരം എന്താണെന്ന് പ്രകടമാണ്. സിദ്ധാർത്ഥന്റെ മരണമുണ്ടാവുകയും SFI നേതാക്കൾ ഉൾപ്പെടെ പ്രതികളാവുകയും ചെയ്തിട്ട് എത്രയോ ദിനങ്ങൾ പിന്നിടുന്നു. ഇതുവരെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെപ്പറ്റി ഒരക്ഷരം വാ തുറന്നിട്ടില്ല. മരിച്ച സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളെ കാണുവാനോ ആശ്വസിപ്പിക്കുവാനോ തയ്യാറായിട്ടില്ല എന്നത് പോട്ടെ, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. എന്നാൽ രണ്ടുവരി വാർത്താക്കുറിപ്പ് പോലും പുറത്തിറക്കുവാൻ മെനക്കെട്ടിട്ടില്ല കേരളത്തിന്റെ മുഖ്യൻ പിണറായി വിജയൻ. രാഷ്ട്രീയ നേതാക്കളുടേതുൾപ്പെടെ നിരവധി കമന്റുകളാണ് റഫീഖ് അഹമ്മദിന്റെ കാർട്ടൂണിന് താഴെ വരുന്നത്. ആർജവമുള്ള ഈ നിലപാടിന് കേരളം പ്രതീക്ഷയോടെ നോക്കിക്കണ്ടിരുന്ന പലരും യജമാന പ്രീതിക്ക് വേണ്ടി മൗനം പാലിക്കുന്നവന്റെ നിരാശയ്ക്കിടയിലും ഇങ്ങനെ ധീരമായി തുറന്നു പറയുന്നതിന് പ്രിയപ്പെട്ട റഫീഖ് അഹമ്മദിന് നന്ദി എന്നാണ് മുൻ MLA VT ബൽറാം കമന്റിട്ടത്. സർക്കാർ അംഗീകാരത്തിനായി തല ചെളിയുടെ മൗനത്തിൽ പൂഴ്ത്തിവെക്കാത്ത മനസ്സിനുടമ എന്നാണ് ഹുസൈൻ തട്ടത്താഴത്ത് കുറിച്ചത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കക്ഷി രാഷ്ട്രീയം മാറ്റി നിർത്തി പ്രതികരിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു MM നസീം. അതില്ലാതെ പോകുന്നു എന്നതാണ് മലയാളിയുടെ പ്രശ്നവും. ഇപ്പോൾ തന്നെ ഇതിൽ വന്ന കമന്റുകൾ വായിച്ചു നോക്കൂ, അപ്പോഴറിയാം നമ്മുടെ ബോധ്യങ്ങൾ. നമുക്കെല്ലാം രാഷ്ട്രീയ ഉപകരണമാക്കുക എന്ന ഒറ്റ അറിവേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഒരാൾക്കെങ്കിലും ഒരു മാപ്പ് പറയാനെങ്കിലും കഴിഞ്ഞല്ലോ. മറ്റു നായകന്മാർ ഉറക്കത്തിലാണ് എന്ന് തീർത്ത് പരിഹസിക്കുന്നു അബ്ബാസ്. ഈ വര ഇക്കാലത്തെ അടയാളപ്പെടുത്തുന്നു എന്ന് പറയുന്നു മാധവൻ. പുഴ മെലിഞ്ഞു, കടവൊഴിഞ്ഞു, കാലവും കടന്നുപോയെന്നെഴുതിയ കലാകാരന്റെ ഈ നിലപാടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇയാളെ അടിമകളുടെ കൂട്ടത്തിൽ കൂട്ടുവാൻ പറ്റില്ല എന്ന് അഭിപ്രായപ്പെടുന്നു ജിജോ വി തോമസ്. പല സുഹൃത്തുക്കളുടെയും പ്രൊഫൈലിൽ പരതി ഒരു വാക്കെങ്കിലും സിദ്ധാർത്ഥനായി പുറത്തു വരുന്നുണ്ടോ എന്നറിയാൻ. അവരാരും ഈ വാർത്ത അറിഞ്ഞു കാണില്ല. ചില പ്രത്യേക വാർത്തകളിൽ മാത്രമേ അവർക്ക് പ്രതികരണ ശേഷിയുള്ളൂ എന്ന് പറയുന്നു ശ്രുതി ഭവാനി. ജോയ് ജോർജിന്റെ കമന്റ് ഒരു 4 വരി കവിതയാണ്. അതിങ്ങനെയാണ്: മിനുത്ത തോലുള്ള കൊഴുത്ത കാളഞ്ഞാൻ, പണ്ട് പലപ്പോഴായി ഞാൻ അമറുന്ന കേട്ട് കോൾമയർ കൊണ്ടോരെ, ഇടയ്ക്ക് അതൊന്നോർത്ത് അയവിറക്കാറുണ്ട്, വരിയുടഞ്ഞവനെങ്കിലും മുഴുത്ത കാളഞ്ഞാൻ. സിദ്ധാർത്ഥ മാപ്പ്. ഭരിക്കുന്ന പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന സംഭവങ്ങളിൽ അപൂർവമായെങ്കിലും പ്രതികരിക്കുന്ന സാംസ്കാരിക നായകർ പാർട്ടിയെ ഭയന്ന് അധികം വൈകാതെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകുന്ന പുത്തൻ പ്രവണതയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതിന് എല്ലാം കൊണ്ടും ഒരു അപമാനമാണ് റഫീഖ് അഹമ്മദ്. ഇനിയും ഉയർന്നു വരണം ഇതുപോലുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങളെങ്കിലും. സാംസ്കാരിക നായകരെന്ന് അവകാശപ്പെടുന്നവർക്ക് ചെറുതായെങ്കിലും ഒരു ഉളിപ്പ് തോന്നട്ടെ.